ഹെവി എഞ്ചിൻ ബൈക്കുകളുടെ നിർമ്മാതാക്കളിൽ ഒന്നായ റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന ചെറിയ CC മോപ്പഡായിരുന്നു മോഫ. ഇന്ത്യയിൽ ഈ മോഡൽ നിർമ്മിക്കുന്നതിനായി ഇറ്റലിയിലെ മോർബി ഡെല്ലിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 1980കളിൽ എൻഫീൽഡ് ഇന്ത്യ തമിഴ്നാട്ടിലെ അനൈക്കരിപ്പെട്ടി പ്ലാന്റിൽ നിന്ന് ചെലവ് കുറഞ്ഞ ഈ മോപ്പഡ് പുറത്തിറക്കി. അന്ന് വില 3000-ൽ താഴെ മാത്രമായിരുന്നു. വാഹനത്തിന്റെ ഭാരം 30 കിലോഗ്രാം മാത്രമായിരുന്നു. 80 കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഈ മോപ്പഡിനുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡ് മോഫയിൽ 22 CC 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. 0.8 bhp പവർ മാത്രമായിരുന്നു ഈ മോപ്പഡിനുണ്ടായിരുന്നത്. ഇന്ധന ടാങ്ക് ശേഷി 1.25 ലിറ്റർ മാത്രമായിരുന്നു. വളരെ കുറഞ്ഞ ഇന്ധനശേഷി ആയിരുന്നെങ്കിലും മൈലേജ് അതൊരു പ്രശ്നമേ അല്ലാതാക്കി. 90 കിലോമീറ്റർ മൈലേജ് ആയിരുന്നു മോഫയ്ക്കുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ധനം തീർന്നു പോകുമെന്ന പേടി റൈഡർക്ക് ഒരിക്കലും ഉണ്ടാകാനും സാധ്യതയില്ല. ഇന്ധനം തീർന്നു പോയാലും റൈഡർക്ക് വാഹനം തള്ളാതെ തന്നെ അടുത്ത പമ്പിലേക്ക് പോകാൻ സാധിച്ചിരുന്നു. ഒരു ലിവർ വലിച്ചുകൊണ്ട് ബൈക്കിനെ ഒരു സൈക്കിളാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു. പിന്നെ സൈക്കിൾ പോലെ പെഡലുകൾ ചവിട്ടി അനായാസം അടുത്ത പമ്പ് ലക്ഷ്യമാക്കി റൈഡർക്ക് പോകാനും കഴിയും. ഇതിൽ സസ്പെൻഷൻ സജ്ജീകരണം ഉണ്ടായിരുന്നില്ല എന്നത് ഒരു പോരായ്മയായിരുന്നു. ഒറ്റ സീറ്റ് മാത്രമാണ് ഈ മോപ്പഡിനുണ്ടായിരുന്നത്. സെൻട്രിഫ്യൂഗൽ ക്ലച്ചുമായി വന്ന മോപ്പഡിന് മണിക്കൂറിൽ 30 കിലോമീറ്റർ മാത്രം വേഗതയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ സവാരി ചെയ്യുന്നതിന് ലൈസൻസോ RTOയുടെ പെർമിറ്റോ ഒന്നും ഈ മോപ്പഡിന് ആവശ്യമുണ്ടായിരുന്നേയില്ല. സൈക്കിളുകളിൽ സാധാരണ കാണുന്നത് പോലെ സസ്പെൻഷൻ ഘടിപ്പിച്ച ഒരു സീറ്റ് മാത്രമേ ഈ മോപ്പഡിന് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ മോപ്പഡ് ഒരുപക്ഷെ 80കളിൽ ജനപ്രിയമായിരുന്നിരിക്കണം. ഇന്ന് ഈ മോപ്പഡ് കൈവശമുള്ളത് ചില വാഹനപ്രേമികളുടെ കൈവശം മാത്രമാണ്.